ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും. ഇൻസ്റ്റഗ്രാമിലുള്ള സുഹൃത്തുക്കളോട് നമുക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ മെസ്സേജിങ് ഓപ്ഷനുണ്ട്. ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കളോട് നമ്മൾ മെസ്സേജ് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ തന്നെ മെസ്സഞ്ചർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇപ്പം ഈ ഒരു ഫേസ്ബുക്കിനെയും ഇൻസ്റ്റഗ്രാമിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പുതിയ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ക്രോസ് ചാറ്റ് സർവീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലുള്ള സുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കൾക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ക്രോസ് ആയിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ ഒരു മൊബൈൽ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും മെസ്സഞ്ചറും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. ഇൻട്രൊഡ്യൂസിങ് ക്രോസ് ആപ്പ് മെസ്സേജിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ. അതിനകത്ത് പറയുന്ന കാര്യം ഫേസ്ബുക്കിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സെറ്റിങ്സും ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ആ ലേൺ എബൌട്ട് ദിസ് ചേഞ്ച് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഒന്ന് കൊടുത്ത് നോക്കാം. ഈ ഒരു പേജിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആര് നമുക്ക് മെസ്സേജ് അയക്കണം എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ആരൊക്കെ സ്റ്റോറീസും പോസ്റ്റും ഒക്കെ കാണണം. അതുപോലെ തന്നെ ഇപ്പം മെസ്സഞ്ചറിൽ നിന്ന് വരുന്ന മെസ്സേജിന് നമുക്ക് എങ്ങനെ റിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ റിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. കണ്ടിന്യൂ ടു അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇവിടെ ഒരു വെൽക്കം മെസ്സേജ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇൻട്രൊഡ്യൂസിങ് ക്രോസ് ആപ്പ് മെസ്സേജിംഗ് എന്നാണ്. നമ്മളവിടെ കണ്ടിരിക്കുന്ന സെയിം ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇവിടെയും പറയുന്നുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഡൺ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം ഈ പറയുന്ന 2 ആപ്ലിക്കേഷൻസിലും എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. മെസ്സഞ്ചറിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തേക്കാം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ സാധാരണ നമ്മൾ മെസ്സേജ് അയക്കുന്ന ആ ഒരു സ്പേസിൽ ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവന്നിരുന്ന ആ ഒരു ലോഗോ മാറിയിട്ട് ഇപ്പോൾ മെസ്സഞ്ചറിൻ്റെ ലോഗോ അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സെലക്ട് ചെയ്യാം. ഇനി ഫേസ്ബുക്കിലുള്ള ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഞാനിപ്പം സെർച്ച് എന്നുള്ളിടത്ത് അലക്സ് എന്ന് തന്നെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സെക്കൻഡ് പൊസിഷനിൽ അലക്സ് ഫോർ ടെക് എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കിന് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എന്നുള്ളിടത്ത് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും കാണിക്കുന്നുണ്ട്. ഞാൻ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുന്നു. ഇവിടുന്ന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇനി മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനിയും മെസ്സഞ്ചറിൽ നിന്ന് തിരിച്ച് ഇൻസ്റ്റഗ്രാമിലേക്ക് അയക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യുക, സെർച്ച് ചെയ്യുക. ഒരു നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ടോം എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്യുന്നു. ഫുൾ നെയിം കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ടോം ജോർജ് ഇഞ്ചിക്കാലായിൽ എന്നുള്ളത് ആദ്യം കാണിച്ചിരിക്കുന്നത് മെസ്സഞ്ചറിലെ കോൺടാക്റ്റാണ്. ഇൻസ്റ്റഗ്രാമിലും ആ ഒരു കോൺടാക്റ്റ് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഹായ് എന്നയച്ചു കഴിഞ്ഞാൽ ഇത് ടോം എന്ന് പറഞ്ഞ ആളിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു മെസ്സേജ് ചെന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സർവീസ് കൂടുതലായിട്ടും ഉപകാരപ്പെടുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും മെസ്സഞ്ചർ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. മെസ്സഞ്ചർ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ രണ്ടും ഒരേ സമയം ഇല്ലാത്തവർക്കായിരിക്കും കൂടുതലും ഇത് ഉപകാരപ്പെടുന്നത്. ഇനി ഇത് രണ്ടും ഉള്ളവരാണെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ആകത്തേ ഉള്ളൂ. അതായത് ഈ പേരുകളെല്ലാം കയറി വരുമ്പോഴത്തേക്കിന് കൂടുതൽ കൺഫ്യൂഷൻ ആകത്തേ ഉള്ളൂ. അപ്പം മെസ്സഞ്ചർ മാത്രമുള്ളവർ ഇൻസ്റ്റഗ്രാമിലോട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇൻസ്റ്റഗ്രാം മാത്രമുള്ളവർ മെസ്സഞ്ചറിലോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് സുഹൃത്തുക്കൾക്കെല്ലാം എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും
ഫോണിനുള്ളിൽ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.